ജനം ബൂത്തിലെത്താൻ 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണം നടന്ന രാഷ്ട്രീയ ഗോത തന്നെയായിരുന്നു ഇന്നും. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ 97% നടപ്പാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രോഗ്രസ് റിപ്പോർട്ടിലേത് മുഴുവൻ നുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. LDFന്റെ 900 വാഗ്ദാനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടപ്പാക്കിയെന്ന് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി. ലൈഫ് പദ്ധതി, പട്ടയം, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടങ്ങിയവ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. 2021 900 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അതിൽ 97% നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ലൈഫ് പദ്ധതി 2016 സർക്കാർ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി 5 ലക്ഷം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജനങ്ങളെ സർക്കാർ കബളിപ്പിച്ചു. കള്ളങ്ങളെല്ലാം എഴുതി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന നുണയുടെ ഒരു സംഭവമാണ്. അതിൽ പോലും പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ UDFനെ മുഖ്യമന്ത്രി വിമർശിച്ചു. ശ്രുതിക്ക് വീട് നൽകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നൽകിയില്ല. ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും വാക്പോര് ശക്തമാവുകയാണ്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.